വലിയ ഹൈപ്പിൽ വരുന്ന മൂവികളാണ് ഇപ്പൊ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഇപ്പോൾ മാർക്കോടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് ഇപ്പൊ റിലീസിനെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ കൂടെ. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയാൻ ഇറങ്ങുന്ന പടമെല്ലാം വിജയിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മാർക്കോ കീർക്കോ എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. മാർക്കോ അതിൻ്റെ രീതിയിൽ അത് വിജയിച്ചു പോകും. അതിൻ്റെ ഇപ്പുറത്ത് വേറെ പടം വിജയിച്ചു പോണേ, മറ്റേ ഈ പടവും വിജയിക്കണേ, ഞങ്ങളുടെ പടവും വിജയിക്കണേ, എല്ലാ പടവും വിജയിക്കണേ. ഇൻട്രസ്റ്റിലൂടെ നിങ്ങളെ ഈ തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് വിജയിക്കണം അതിനകത്ത് അതിറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അതിറങ്ങിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ആ പടം ഇറങ്ങി, അപ്പോൾ അത് മേടിച്ച് അത് കാരണം നമ്മൾ വിജയിക്കുകയല്ല. അപ്പോൾ നമുക്ക് 2 മാസം മാറ്റാം. ആ 2 മാസം കഴിഞ്ഞ് മാറ്റുമ്പോൾ വേറെ ഇതിലും വലിയൊരു പടം വന്നാലും അപ്പോൾ ഈ പുള്ളി മാറ്റിക്കൊണ്ടിരുന്ന ആ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ വിജയിച്ചിരിക്കുന്ന സമയത്ത് അതാണ് നമ്മൾ ജനങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്, നിങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് വിജയിക്കാൻ വേണ്ടി. അതേ ഉള്ളൂ. അങ്ങനെയല്ലേ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ വേറെ പടം ഇറങ്ങിയെന്ന് പറഞ്ഞ് ഭീഷണി മറ്റേ നമുക്ക് ഇതെല്ലാം ഉണ്ടായ സിനിമ